ഹലോ ഫ്രണ്ട്സ്, കാറ്റത്ത് കിളിക്കൂടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നീതിയാണെങ്കിൽ ഒരേ കരച്ചിലാണ് കേട്ടോ, സോറിയൊക്കെ പറഞ്ഞിട്ട്. അന്നേരം നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, അയാൾ ഒരേ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളൂ, 7 ദിവസത്തിനുള്ളിൽ നിന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നിധി പറയുന്നുണ്ട്, അച്ഛൻ്റെ കൂടെ പോവേണ്ടിയിരുന്നില്ല, അതാ കുഴപ്പമായതെന്ന്. അപ്പോൾ സുധീഷ് പറയും, അതൊന്നും ഓർത്ത് നിധി ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ല, അതൊക്കെ ഒരു വിധിയാന്ന് വിചാരിച്ചാൽ മതി, ഞങ്ങൾക്ക് അടിയൊക്കെ കിട്ടാൻ ഒരു യോഗം ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ നിധി ചോദിക്കും, ആര് പറഞ്ഞിട്ട് രാത്രി തന്നെ തക്കലയ്ക്ക് വന്നേന്ന്. അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, അത് ഹരീഷിന്റെ നിർബന്ധമായിരുന്നു എന്നങ്ങ് പറഞ്ഞതും സുധീഷ് പറയും, നിധിയുടെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞതൊക്കെ ഞാൻ ഹരീഷിനോട് പറഞ്ഞായിരുന്നു, എനിക്ക് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ പുറത്തുനിന്ന് ഒരാളെങ്കിലും അറിയണ്ടേ, അതിനുവേണ്ടി ഞാൻ ഹരീഷിനോട് എല്ലാ കാര്യം പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അപ്പൊ നിധി കരഞ്ഞുകൊണ്ട് ചോദിക്കും, ഒരുപാട് അടി കിട്ടിയല്ലേന്ന്. അടി എന്ന് പറഞ്ഞാൽ 1-1.5 അടിയായിരുന്നു, പക്ഷെ എനിക്ക് ഒരേ ഒരു സങ്കടമുള്ളത് നിധിയുടെ ഏട്ട അടിച്ചപ്പോ തിരിച്ചു കൊടുത്തില്ലല്ലോ എന്നുള്ള ഒരു സങ്കടാണ്. നമുക്കും സമയം വരുമല്ലോ എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ സുധീഷ് ചോദിക്കും, നിധി സോറി പറഞ്ഞു കഴിഞ്ഞെങ്കിലേ വണ്ടി എടുക്കായിരുന്നു. അതെ, ഇന്നലെ ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല, വീട്ടിൽ ചെന്നിട്ട് ഒന്ന് കിടന്നുറങ്ങണം എന്ന് പറയുമ്പോൾ നമ്മുടെ സുഭാഷ് പറയുന്നുണ്ട്, നിനക്ക് വയ്യെങ്കിൽ റെസ്റ്റ് എടുക്കടാ, ഞാൻ വണ്ടി ഓടിക്കാന്ന്. അതൊന്നും കേൾക്കാതെ നമ്മുടെ സുധീഷ് തന്നെയാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ വീട്ടിലെത്തുന്ന നിധി, എന്തായാലും നിങ്ങൾ കക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹരീഷ് പറയും, എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇങ്ങനെ അതെല്ലാം കൂടി കാണുമ്പോൾ എടുത്ത് മുങ്ങിയെങ്കിലോ എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് പറയടാ ഹരീഷേന്ന്. അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേട്ടാ എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ സുധീഷ് ചോദിക്കും, അല്ല നിധി, അത് ശരിക്കും സ്വർണ്ണ ബിസ്ക്കറ്റ് തന്നെ ആയിരുന്നോ അതോ എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, അത് സ്വർണ്ണ ബിസ്ക്കറ്റ് തന്നെയായിരുന്നു, ഇടയ്ക്കിടെ ഇങ്ങനെ സ്വർണ്ണ ബിസ്ക്കറ്റിന്റെ ഡീല് നടക്കാറുണ്ടെന്ന് ഏടത്തി പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ സുധീഷ് ഒന്ന് നാണിച്ച് പറയുന്നുണ്ട്, എനിക്ക് അതിൽ നിന്നൊന്ന് എടുക്കണം എന്നുണ്ടായിരുന്നു എന്ന്. ഭാഗ്യം സുഭാഷ് ഏട്ടന്റെ മാനം പോയില്ല എന്ന് പറയുന്നു കേട്ടോ നികേഷ്. അപ്പോൾ നമ്മുടെ നിധി പറയും, സുഭാഷ് ഏട്ടൻ വളർത്തിയ പിള്ളേരല്ലേ, അതുകൊണ്ട് നിങ്ങളൊന്നും കക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു, എനിക്കൊരേട്ട ഇല്ലാത്തത് കൊണ്ടായിരിക്കും. ഞാൻ എന്തായാലും ഒരു സാധനം കട്ടെടുത്തിട്ടുണ്ട്, ഇപ്പോൾ കാണിച്ചു തരാം, 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നീതി അങ്ങ് അകത്തേക്ക് പോകുമ്പോൾ ഇവരൊക്കെ കൂടി എന്തായിരിക്കും, കുപ്പിയായിരിക്കോ, അതായിരിക്കില്ല സ്വർണ്ണ ബിസ്ക്കറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കാട്ടോ സുധീഷും നികേഷും കൂടെ. അന്നേരം നമ്മുടെ നീതി കൊണ്ടുവരുന്നത് ആധാർ കാർഡും പാൻ കാർഡും ഒക്കെയാണ് കേട്ടോ. അത് കാണുമ്പോൾ അയ്യോ ഇതായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇനി ഇതില്ലാത്തത് കൊണ്ട് എനിക്കൊരു പ്രശ്നം എവിടെയും വരരുതല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് പറയാം, അതെ അതേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധിയുടെ അച്ഛൻ്റെ വണ്ടി എടുത്തിട്ടാണല്ലോ അവർ വന്നത്. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവരെ തല്ലിയ ആ ഗുണ്ട തന്നെ വരാൻ കേട്ടോ. അന്നേരം നിധി ചാവി എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾ വണ്ടിയൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യണം കേട്ടോ. എന്താടാ നോക്കുന്നേ, വണ്ടിക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണോ എന്നും ചോദിച്ച് സുധീഷ് ഒരു ഇഷ്ടിക എടുത്തിട്ട്, എന്നാ ഞാൻ പരിക്ക് പറ്റിക്കാടാന്ന് പറഞ്ഞിട്ട് ഇടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അയ്യോ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ നീതി ചോദിക്കും, വണ്ടിക്ക് വല്ല പരിക്കും പറ്റിയിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യാൻ മുതലാളി പറഞ്ഞതാണോ നിന്നോട്? ഞങ്ങൾ അത്തരക്കാരല്ല എന്ന് പറഞ്ഞേക്ക്, പിന്നെ പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല എന്നും പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് അയാളെ വണ്ടി എടുത്ത് വിടാൻ സമ്മതിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നികേഷിന് പനി വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. സുഭാഷ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അതൊന്നും സാരല്ല ഏട്ടാ, കുറച്ചു നേരം കിടന്നാൽ മാറിക്കോളൂ എന്ന് പറയുന്നു. അന്നേരം നിധി പഠിക്കായിരിക്കും. നിധി വന്നിട്ട് നികേഷിനോട് ചോദിക്കും, എന്താടാ ഞാൻ പോയി ഗുളിക വാങ്ങിയിട്ട് വരണോന്ന്? വേണ്ട ഇടത്തി, അത് നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തതല്ലേ, അതിൻ്റെ ആയിരിക്കും, ഒന്ന് കിടന്നുറങ്ങിയാൽ തീരുമെന്ന് പറയുന്നു. അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് പണിക്ക് പോകുന്നില്ല എന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏട്ടാ എന്ന് പറയുമ്പോൾ നമ്മുടെ നിധിയും പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല ഏട്ടാ, ഞാനുണ്ടല്ലോ ഇവിടെ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹരീഷിൻ്റെ ഭാഗമാണ്. ഹരീഷാണെങ്കിൽ വർക്ക്ഷോപ്പ് പോയിട്ട് ഇങ്ങനെ നന്നാക്കുന്ന സമയത്ത് ഫോൺ എന്തുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് മറ്റുള്ളവർ ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം പറയും, അത് എനിക്ക് ദേഷ്യം പിടിച്ച് എറിഞ്ഞതാണ്, അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയതെന്ന്. അപ്പം എന്താ കാര്യം ചോദിക്കുമ്പോൾ ആദ്യം ഹരീഷ് പറയുന്നില്ലെങ്കിലും പിന്നീട് പറയുന്നുണ്ട്, നീതു ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് എത്ര തവണ അവളോട് പറഞ്ഞു ഞാൻ തിരക്കിലാണ് പിന്നെ വിളിക്കുന്നത്, അവൾക്കത് മനസ്സിലാവണ്ടേ, അപ്പം എനിക്ക് ദേഷ്യം പിടിച്ച് എറിഞ്ഞതാന്ന് പറയുമ്പോഴേക്കും ഫോൺ ചാർജറിന് കുത്തി വെക്കുകയാണ് കേട്ടോ. അന്നേരം അത് ഓണാക്കുമ്പോഴേക്കും ഒരു 110 മെസ്സേജ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ടിൻഡു പറയുന്നുണ്ട്, എൻ്റെ ഹരീഷേട്ടാ 110 മെസ്സേജോ എന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പോയി നോക്കുന്നുണ്ട്, ഇവൾക്ക് എന്താ പ്രാന്താണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് നീതു വന്ന് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷിനോട് ഇങ്ങനെ ചൂടാവുന്ന നേരത്ത് ഹരീഷ് പറയുന്നുണ്ട്, ആദ്യമൊക്കെ നന്നായിട്ട് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്, അവസാനം നമ്മുടെ ഹരീഷും ചൂടാവാണ്. എന്താടി, എനിക്കങ്ങനെ സീരിയസ് ആവാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല നിന്നോട്,
നിന്റെ പോലെ ഒരു ഫോൺ ഭ്രാന്തിയെ ഞാൻ കണ്ടിട്ടില്ല. മനുഷ്യനെ ഒന്നും ഉറങ്ങാൻ കൂടി വിടത്തില്ല. രാത്രി 2 മണിക്കും 3 മണിക്കും സംസാരിച്ചുകൊണ്ടിരിക്കലല്ലേ നിന്റെ പണി. എനിക്കിനി അതിനൊന്നും പറ്റത്തില്ല. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഇത് ഇതോടെ നിർത്തിക്കോണം എന്ന് പറയുമ്പോൾ നമ്മുടെ നീതു ഇങ്ങനെ സങ്കടത്തോടെ ഹരീഷിനെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.